ഹായ്. ഇപ്പോൾ നമ്മുടെ റംബൂട്ടാൻ്റെ സീസണൊക്കെ അവസാനിക്കുമല്ലേ, എല്ലായിടത്തുമൊക്കെ തീരാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീരുന്നതിന് മുമ്പ് കുറച്ച് റംബൂട്ടാൻ പറിച്ച് നമുക്ക് അതൊന്ന് ഇല്ലാത്ത കാലത്തേക്ക്, അതായത് ഓഫ് സീസണിലേക്ക്, ഇനി അടുത്ത വർഷം ഈ സമയത്തൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ, ഇല്ലാത്ത കാലത്തേക്ക് നമുക്ക് കുറച്ച് എടുത്ത് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഞാൻ വെക്കുന്ന ഇത് പൊട്ടിച്ച് ഇതിൻ്റെ അകത്തെ കുരു എടുത്തിട്ട് അത് ഫ്രീസ് ചെയ്ത് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാൻ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ പഴുത്തതാണ്, നല്ല മധുരമാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ റംബൂട്ടാനൊക്കെ തീർന്നു കഴിയുമ്പോൾ നമുക്ക് ഇത് കറി വെക്കാം. അതായത് മാമ്പഴ പുളിശ്ശേരിയൊക്കെ വെക്കുന്ന പോലെ തന്നെ നമുക്കിത് പുളിശ്ശേരി വെക്കാം. നല്ല മധുരമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല പുളിയുള്ള മോരൊക്കെ ചേർത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്കിത് കുറച്ച് 1-2 പാത്രത്തിലാക്കി ഫ്രീസ് ചെയ്ത് വെക്കാം. അതിനുവേണ്ടി ഞാനിങ്ങനെ പൊട്ടിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യം കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് എന്താണേലും, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് പൊട്ടിച്ച് ഈ പാത്രത്തിനകത്താക്കി വെക്കട്ടെ. നേരത്തെ തന്നെ ഞാനൊരു ബോക്സ് എടുത്ത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പറിച്ചത് ഒരുപോലെ അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് വെച്ച് ഫ്രീസ് ചെയ്ത് വെക്കാം. ഇതിങ്ങനെ പച്ചയ്ക്ക് നമുക്ക് അല്ല, കറി വെക്കാതെ ഇങ്ങനെ പഴം ഒത്തിരി നമുക്ക് കഴിക്കാൻ പറ്റുമല്ലോ കേട്ടോ. പച്ചയ്ക്കല്ല, പഴം ഒത്തിരി അങ്ങ് കഴിക്കാൻ പറ്റുമല്ലോ. നമുക്ക് തൊണ്ടയ്ക്കൊക്കെ ഒരു അസ്വസ്ഥത വരും, പിന്നെ ചിലർക്ക് ജലദോഷം വരും, ചുമ വരും, പനി വരും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും ഇത് കഴിച്ച് ഒരു 5-6 കഴിക്കുമ്പോഴത്തേക്ക് തൊണ്ടയ്ക്കൊരു കുത്തൽ വരാറുണ്ട്. ഞാൻ ഒത്തിരി ഒന്നും കഴിക്കുകയില്ല. ഞാനിങ്ങനെ എടുത്തൊന്ന് ഫ്രീസ് ചെയ്ത് വെക്കട്ടെ കേട്ടോ. നല്ല രസമാണ് ഇതിങ്ങനെ പൊട്ടിക്കാൻ, കാണാനും നല്ല രസമില്ലേ, നല്ല കളറല്ലേ. നല്ലപോലെ പഴുത്ത് കഴിയുമ്പോൾ നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ പൊട്ടിക്കട്ടെ. കണ്ടോ, ഇപ്പം ഇത്രയും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയും കൂടെ പൊട്ടിക്കാവേ. ഏകദേശം നമ്മുടെ റംബൂട്ടാനൊക്കെ പൊട്ടിച്ച് തീരാറായിട്ടുണ്ട് കേട്ടോ. ഒന്നുമില്ല, ഇതിങ്ങനെ പൊട്ടിക്കുന്നത് തന്നെ കണ്ടുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. നല്ല രസമാണ് കാണാൻ, നല്ല കളറും, പിന്നെ പൊട്ടിക്കാനൊരു പ്രത്യേക രസമാണ്. പിന്നെ എല്ലായിടത്തും തന്നെ ഉണ്ട് വിശേഷം. മഴയൊക്കെ ഉണ്ടോ? ഇപ്പോൾ 1-2 ദിവസമായിട്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. കർക്കിടകം തുടങ്ങിയേ പിന്നെ മഴയില്ലായിരുന്നു കേട്ടോ. 28-ാം തീയതി അൽഫോൻസാമ്മയുടെ പെരുന്നാളായിരുന്നു. എല്ലാ വർഷവും മഴ പെയ്യുന്ന ദിവസമാണ്. അന്ന് പോലും മഴ പെയ്തില്ല. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ മഴ പെയ്യുന്നുണ്ട്. പുറത്തിറങ്ങാതിരിക്കാൻ പറ്റാത്ത മഴയൊന്നുമില്ല. പുറത്തൊക്കെ മഴ തോരുന്ന സമയത്ത് പുറത്തൊക്കെ പോകാൻ വല്ലപ്പോഴേ പെയ്യുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഏകദേശമൊക്കെ കഴിയാറായിട്ടുണ്ടേ. ഇനി ഇതേ കുറച്ചുകൂടെ ഉള്ളൂ, അതും കൂടെ പെട്ടെന്ന് പൊട്ടിച്ചേക്കാം. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞത്, എന്നാലും ഒന്നുകൂടെ പറഞ്ഞേക്കാം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ആദ്യം കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഏകദേശം നമ്മുടെ പാത്രമൊക്കെ നിറയാറായിട്ടുണ്ട്. നിറഞ്ഞു വരുമ്പം നമുക്കിതെടുത്ത് അടച്ച് ഡീപ്പ് ഫ്രീസ് ചെയ്യണം കേട്ടോ. അതായത് ഫ്രീസർ നല്ല തണുപ്പ് നല്ലപോലെ കൂട്ടിയിട്ടിട്ട് ഹൈയിൽ വെച്ചിട്ട് അങ്ങനെ വേണം വെക്കാൻ. അല്ലെങ്കിൽ ഒരു ദിവസം കറണ്ടൊക്കെ പോവുകയാണെങ്കിൽ ചെറിയ തണുപ്പിലായിരിക്കുന്നെങ്കിൽ ചീത്തയായിപ്പോകും കേട്ടോ. നല്ല ഐസ് പിടിച്ചിരിക്കണം, എന്നാലേ കേടാവാതെ ഇരിക്കത്തുള്ളൂ. ഇത് വെച്ച് കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഞാൻ എടുത്ത് കാണിക്കാവേ. അപ്പോൾ നമ്മൾ ഏകദേശം പൊട്ടിച്ച് തീരാറായി. ഇനി ഒരു 5-6 കൂടെ ഉള്ളേ. പാത്രവും നിറയാറായി. അപ്പോൾ നമ്മളെല്ലാം പൊളിച്ചു കഴിഞ്ഞു, പാത്രം നിറച്ചു ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതടച്ച് ഫ്രിഡ്ജിൽ വെക്കുന്നതൊന്നും ഞാൻ എടുത്തില്ല. ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. ഇത് കണ്ടോ, നല്ല ഐസ് പിടിച്ചിരിക്കുക കേട്ടോ. തുറന്നും കൂടെ കാണിക്കാവേ. ഉണ്ടോ, ഐസ് പിടിച്ച് നല്ലപോലെ ഇരിപ്പുണ്ട്. ഇതിനകത്തൊന്ന് ഞാൻ കുറച്ച് എടുത്തതാണ് കേട്ടോ. അപ്പോൾ നല്ല ഐസ് പിടിച്ചിരിപ്പുണ്ട്. ഇങ്ങനെ ഐസ് പിടിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ റംബൂട്ടാൻ മുഴുവൻ തീരുന്നതിന് മുമ്പ് എല്ലാവരും പറിച്ച് ഫ്രീസ് ചെയ്ത് വെച്ച് കേട്ടോ. വാവലിനൊന്നും ഒത്തിരി കൊടുക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.